ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പുനല്ലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് ആവണീശ്വരം എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഒരു കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡിലും അവർ കർത്താവിൻ്റെ വേല ചെയ്തു. അപ്പോൾ ഈ പാസ്റ്ററിൽ നിന്ന് നമുക്ക് അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവസരമുണ്ട്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ആൻറ്റിയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, പാസ്റ്ററുടെ ഭവനത്തിൽ ആരൊക്കെയുണ്ട്, ആൻറ്റിയുടെ പേര്, മക്കളുടെ പേര്, കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നു, പാസ്റ്ററുടെ ഭവനത്തിൽ നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്, പാസ്റ്ററുടെ ജന്മസ്ഥലം ഏതാണ്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് പാസ്റ്റർ റോക്കി വിൻസെന്റ് എന്നാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ കുറ്റിക്കാട് എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. അവിടെ ഇപ്പോൾ എൻ്റെ അമ്മയും അതുപോലെ തന്നെ 3 സഹോദരങ്ങളുണ്ട്. അതിൽ നമ്മൾ മൊത്തം 4 പേരാണെങ്കിലും ഏറ്റവും മൂത്തത് ഞാനാണ്. 2 പേര് സർക്കാർ ജോലിയിൽ ആയിരിക്കുന്നു. പെങ്ങള് വിവാഹം കഴിഞ്ഞു വീട്ടിലുണ്ട്. അതുപോലെ എൻ്റെ വൈഫിൻ്റെ പേര് സുമ റോക്കി എന്നാണ്. മക്കൾ എത്ര പേരാ പാസ്റ്റർക്ക്? മക്കൾ 2 പേര്. മൂത്ത മകള് മന്ന മേഴ്സി, +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ഭാഷ പഠിച്ച് എക്സാം എഴുതാനായിട്ട് നിൽക്കുന്നു. അതുപോലെ രണ്ടാമത്തെ മകൻ എബ്രഹാം വിൻസെന്റ് ആണ്. +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ചേരാനായിട്ട് നിൽക്കുകയാണ്. പാസ്റ്റർ, ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചത്? കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഓക്കെ. ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കാനുള്ളൊരു കാരണം എന്താ? പാസ്റ്ററുടെ മാതാപിതാക്കളായിട്ടാണോ അതോ പാസ്റ്റർ മാത്രമാണോ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്? ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരാൻ ഉണ്ടായ കാരണം എൻ്റെ വൈഫാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെ പോയി കാണുകയും പല കാര്യങ്ങളുമൊക്കെ. ആ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന് ശാരീരികമായിട്ട് സുഖമില്ലായ്മയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഡോക്ടറെ കാണിക്കുകയും ആശുപത്രിയിലൊക്കെ പോവുകയും അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ആ റിപ്പോർട്ടുകളൊക്കെ എല്ലാം നില്ലായിട്ടാണ് അവർ കാണിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുക്കൽ, എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുക്കൽ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു ടീം വന്ന് അവരിങ്ങനെ സുവിശേഷം അറിയിച്ചാൽ, അപ്പോൾ അവരിൽ നിന്ന് ഞാൻ നമ്പർ കളക്ട് ചെയ്തത്. ആ നമ്പർ കളക്ട് ചെയ്തത് വാസ്തവത്തിൽ എൻ്റെ മമ്മിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ ആ നമ്പർ പിന്നെ അത് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ വൈഫിനാണ് അത് ഏറ്റവും പ്രയോജനമായി വന്നത്. ഓക്കെ. പിന്നീട് എങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ കൂട്ടായ്മയിലേക്ക് ഒരു പ്രവേശനം, ആദ്യത്തെ പ്രവേശനം? അങ്ങനെ ഇവരിൽ നിന്ന് ഈ ലഭിച്ച ഈ നമ്പർ പ്രകാരം ഈ നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്യുകയാണ്. ആ കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കോൾ ചെയ്ത ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. ആ സമയത്ത് എൻ്റെ വൈഫ് ആശുപത്രിയിലായിരുന്നു. ആ വൈഫിനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് അഞ്ചൽ ടൗണിൽ വെച്ച് ഒരു ദൈവസ്വരം എൻ്റെ വൈഫ് കേൾക്കുന്നു. അങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഉണ്ടായ മുഖാന്തരം. ഓക്കെ. പാസ്റ്ററുടെ മാതാപിതാക്കൾ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലാണോ? മുൻപല്ലായിരുന്നു. എൻ്റെ മാതാവ് പൂർണ്ണമായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ അനുഭാവിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഈ ഭവനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ചില പ്രതിസന്ധികളുണ്ടായി. ഒരിക്കലും പെന്തക്കോസ്റ്റിന് അത്ര കണ്ടങ്ങോട്ട്
ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട്, വീട്ടുകാർക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്താവുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ആരാധനയായിട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചതാണ്. ഓക്കെ. പിന്നീട് പാസ്റ്റർ ഒരു സുവിശേഷകനാകണം, സുവിശേഷ വേല ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? അതിനെന്താണ് ഒരു മുഖാന്തരം? എനിക്ക് സുവിശേഷ വേല ചെയ്യാനുള്ള താല്പര്യം വാസ്തവത്തിൽ എനിക്കില്ലായിരുന്നു. കാരണം സുവിശേഷ വേല കൊണ്ടുള്ള കാര്യാദികളൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ പല ദൈവദാസന്മാരെ കണ്ടതുകൊണ്ട് ആ പശ്ചാത്തലം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് ചെയ്തു പോയ സമയത്ത് അവിടെയെല്ലാം എനിക്ക് ആ പ്രായോഗിക തലത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അപ്പം നഷ്ടത്തിൻ്റെ ഒരു കണക്കാണ് പലപ്പോഴും ഉണ്ടായത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ളവരാണ്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ ഫീൽഡ് സക്സസ് ആവത്തില്ല. അങ്ങനെ ഈ സംരംഭങ്ങളെല്ലാം ഫ്ലോപ്പായി. അങ്ങനെ ദൈവദാസന്മാർ കാണുന്നവരെല്ലാം പറഞ്ഞു, നീ കർത്താവിൻ്റെ വേലക്കാരനാകും, ബൈബിൾ കോളേജിൽ പോയി പഠിക്കും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഒരു പഠനം, ഒരു ദൈവദാസനാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരിലൂടെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഈ കർത്താവിലേക്ക് വരാൻ ഇവർ വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, എന്നെ ദൈവം വിളിച്ചു എന്നുള്ളതിന് എന്താണ് അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പ്രേരിപ്പിച്ചിട്ടാണ് അത് പറയുന്നത്, ദൈവം വിളിച്ചിരിക്കുന്നു, അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലൊന്നും ഞാൻ വിശ്വസിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു, എന്നെ വിളിച്ചു എന്നുള്ളത് തിരുവചന പ്രകാരം എനിക്ക് അറിയണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ചാത്തന്നൂര് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം രാത്രി 12 മണിയായി. ആ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്നെ ദൈവം വിളിച്ചു എന്നുള്ളതിനുള്ള തെളിവ് എന്താണ് തിരുവചന പ്രകാരം? അപ്പോൾ അദ്ദേഹം ആണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. മറ്റ് പറഞ്ഞ ദൈവദാസന്മാർ പലരും പറഞ്ഞത് അത് ദൈവം വിളിച്ചു എന്നും ദൈവം പറഞ്ഞു എന്നും അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ദൂത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ദൂതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ദൈവമാണ് വിളിച്ചെന്നുള്ളതിന് തെളിവ് അദ്ദേഹം പറഞ്ഞു 139 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം നിന്റെ മുൻപും പിൻപും അടച്ച് എൻ്റെ കൈ നിന്റെ മേൽ വെച്ചിരിക്കുന്നു, അത് ഭാരമായിരിക്കുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്ന് ഇദ്ദേഹം എന്നെ തിരുവചനത്തിലൂടെ എടുത്തു വെച്ച് വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങാനുണ്ടായ മുഖാന്തരം. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായതിൻ്റെ അടിസ്ഥാനം ദൈവം നിന്നെ അടച്ചിരിക്കുകയാണ്, ഈ വഴി തുറക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാനുണ്ടായ ആദ്യത്തെ കാരണം. പിന്നീട് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചത് എവിടെയാണ്? ഞാൻ കോട്ടയം മണർകാട് ആണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത്. ഓക്കെ. അപ്പോൾ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് എതിർപ്പ് ഉണ്ടാകാൻ വീട്ടുകാരായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്തിനു പോകുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് കൃത്യമായി അറിയത്തില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പാണോ വിവാഹം കഴിച്ചു കഴിഞ്ഞാണോ ഈ ബൈബിൾ കോളേജിൽ പോയത്? വിവാഹം കഴിച്ചതിന് ശേഷം. അപ്പോൾ ഭാര്യ മുഖാന്തരമാണ് ഒരു പരിധിവരെ ഈ ക്രിസ്തീയ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്. ഒരു പരിധിയല്ല, പൂർണ്ണമായി ഭാര്യയാണ് അതിന് മുഖാന്തരം. കാര്യം സാമ്പത്തികം കയ്യിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ക്രിസ്തുവിലേക്ക് വന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. എന്നുവെച്ചാൽ ജനിച്ചു വളർന്ന് എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിനകത്താണ് നമ്മൾ നിന്നത്. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആൻറ്റി എങ്ങനെയാണ് ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? ആൻറ്റി മുഖേനയാണ് ഇപ്പോൾ പാസ്റ്റർ വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ ആൻറ്റി എങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം? ഏത് പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? എങ്ങനെയാണ് ഈ സുവിശേഷം കേൾക്കാനും വിശ്വസിക്കാനും ഒക്കെ ഇടയായി തീർന്നുള്ള കാരണം എന്താണ്?
ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ 8 മക്കളുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെയും മകളായിട്ടാണ് ജനിച്ചത്. ഹിന്ദു മതപ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും, അതായത് വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ എനിക്കങ്ങനെ സുവിശേഷം, എനിക്ക് ക്രിസ്ത്യാനികളോട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. വളരെ എതിർപ്പുള്ള ഒരാളായിരുന്നു. അതിനുപരി ഞങ്ങളുടെ സ്ഥലത്ത് സുവിശേഷം പറയാനൊന്നും അങ്ങനെ ആരും വരുന്ന ഭവനത്തിനകത്തോട്ട് കയറ്റുന്ന ഒരു അനുഭവത്തിലല്ലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. മന്ത്രോച്ചാരണങ്ങളും അതുപോലെ തന്നെ ഏത് അമ്പലത്തിൽ പോയാലും അവിടുത്തെ വിഗ്രഹത്തെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഏറ്റവും കൂടുതൽ അമ്പലത്തെ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയായ പ്രിയ കർത്താവിൻ്റെ ദാസൻ എന്നെ കാണുകയും അങ്ങനെ അത് വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരും അറിഞ്ഞില്ല ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന്. എൻ്റെ വീട്ടുകാർ അറിയാതെയാണ് ഞങ്ങളുടെ വിവാഹമൊക്കെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത്, വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ ആ കാലഘട്ടം മുതൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച നാൾ മുതൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു ഒരു മകളെന്ന രീതിയിലായിരുന്നു, ലക്ഷ്മിയായി ഭവനത്തിനകത്ത് ഒരു ഭാഗ്യലക്ഷ്മി. അങ്ങനെയാണ് അവരെന്നെ വളർത്തിയത്. കാരണം ഞാൻ ആ വീട്ടിലെ എല്ലാ അതായത് നമ്മുടെ പൂജാ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ സഹോദരനാണെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി പൂനെയിലായിരുന്നു. അദ്ദേഹത്തിന് പറയും, എൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെ പറയും അവൾക്ക് ഇഷ്ടമുള്ളൊരു വിവാഹമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം നടന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആദ്യ സമയത്ത് തന്നെ ഞങ്ങൾ ശാരീരികമായി എനിക്ക് വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു. ആ സമയത്തൊന്നും എനിക്ക് എവിടെ പോകണം എന്തിനു പോകണമെന്നറിയാതെ ആയിരുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ പല അമ്പലങ്ങളിൽ കൊണ്ടുപോയി എന്നെ. പക്ഷേ കർത്താവിൻ്റെ ദാസനെ അന്ന് ഞാൻ വിളിച്ച അമ്പലങ്ങളിൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഒരു വിടുതലിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ വീണ്ടും പഴയ രീതിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അഞ്ചൽ ദേവദാസ് ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് ശാരീരികമായിട്ടുള്ള എല്ലാ ബ്ലഡും എല്ലാ ടെസ്റ്റ് നടത്തിയിട്ടൊന്നും അതിനകത്തൊന്നും ഒരു രോഗവും ഇല്ല. എല്ലാം നില്ലും നോർമലും ഒക്കെ ആയിട്ട് കണ്ടു. പിറ്റേന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ പട്ടണത്തിലേക്ക് ഇങ്ങനെ ആറോ ജംഗ്ഷനിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ എന്നോട് ദൈവശബ്ദം കേൾക്കുക, നീ എനിക്കുള്ളവളാ, നീ എവിടെ പോയാലും എനിക്ക് വേണ്ടി വേർതിരിയേണ്ടവളാ. അത് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് പരിസര ബോധമില്ലാതെ ഞാൻ ടൗണിൻ്റെ നടുക്കുകൂടെ ഇങ്ങനെ നടക്കുക, പ്രിയപ്പെട്ടവൻ്റെ കരം പിടിച്ചുകൊണ്ട്. അപ്പോഴൊരു പ്രൈവറ്റ് ബസ് വന്ന് എൻ്റെ മുമ്പിൽ ചവിട്ടി നിർത്തിയിട്ട് പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, വട്ടമുള്ളവരാണെങ്കിൽ പിടിച്ച് പൂളംപാറ കൊണ്ടുപോടെ, വണ്ടിയുടെ ഇടയിൽ ഇങ്ങനെ വീണ. ഞാൻ ആ ദൈവസ്വരത്തിൽ മുഴുകി ഇങ്ങനെ, അതെന്താണെന്ന് എനിക്ക് ദൈവസ്വരമാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നോട് ആരോ അച്ഛൻ പെട്ടെന്ന് ഒരു ഓട്ടോയിൽ എന്നെ വലിച്ചേറ്റും. ഞാൻ അച്ഛൻ എന്നോട് ഒരാൾ സംസാരിക്കുന്നു, എനിക്കത് ആ ശബ്ദം എവിടെയാണ്, എനിക്ക് അതിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ ആദ്യമായി കർത്താവ് എന്നെ വിളിച്ചു. ഒരു സുവിശേഷം കേട്ടോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വന്ന് ഒരു ട്രാക്ട് തന്നോ അല്ല, ദൈവം ഡയറക്റ്റ് എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നോട് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്തുവിനെ അറിയുവാൻ ഇടവന്നത്. അങ്ങനെ ഞാൻ ആ ശബ്ദത്തിൻ്റെ പിന്നാലെ എനിക്ക് അതെവിടെയാണ് എന്ന് അങ്ങനെ തേടി വന്നപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ വിളിച്ചതെന്നും കർത്താവായ യേശു ക്രിസ്തുവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നുമുള്ള ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരാനിട വന്നത്. അപ്പോൾ ഒരു സഭയിൽ ഞാൻ ചെല്ലുമ്പോൾ, 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു സഭയിൽ ചെല്ലുമ്പോൾ ഞാൻ കേട്ട അതേ വാക്കുകൾ, ഞാൻ ടൗണിൽ വെച്ച് കേട്ട അതേ വാക്കുകൾ തന്നെ ആ ദൈവദാസൻ ഞാൻ ആ സഭയിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ പുൽപ്പറ്റിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ മതിയെന്ന് അന്ന് തീരുമാനമെടുത്തു. അന്ന് മുതൽ ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ഓക്കെ, അപ്പോൾ പാസ്റ്ററുടെ വൈഫ് മുഖേനയാണ് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്. ആൻറ്റിയുടെ ഒരു നല്ലൊരു അനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് പാസ്റ്റർ ബൈബിൾ കോളേജിൽ പോയി പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏതൊക്കെ മേഖലകളിലാണ് സുവിശേഷ പ്രവർത്തനം നടത്തിയത്? ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒരു പാസ്റ്ററുടെ ഭവനത്തിലാണ് നമ്മൾ പാർക്കുന്നത്. അത് തിരുവനന്തപുരത്താണ്. അവിടെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാസ്റ്ററുടെ കീഴിൽ. അവിടെ ഒത്തിരി കാര്യാദികളൊക്കെ വിശ്വാസത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് വളരെ പല കാര്യങ്ങളും നമുക്കത് പ്രയാസകരമായിട്ട് തോന്നി. കാര്യം ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് അദ്ദേഹം പഠിപ്പിച്ചതൊക്കെയും വിശുദ്ധ ബൈബിളിന് അടിസ്ഥാനപരമായിട്ടാണ്. ഞാൻ ജീവിച്ച നിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അപ്പോഴെനിക്ക് പ്രയാസമായിട്ട് തോന്നിയെങ്കിലും പിന്നത്തേതിൽ അദ്ദേഹം പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു പാസ്റ്ററുമായിട്ട് കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ താമസിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിലും അല്പാൽപമായിട്ട് പോയി തുടങ്ങി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഭവനമെടുത്ത് കരവാളൂരിൻ്റെ പ്രദേശത്താണ് ആദ്യമായിട്ട് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട് ലഭ്യമാകാൻ വളരെ പ്രയാസമൊക്കെ ആയി കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എവിടെ താമസിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്ക് ജാർഖണ്ഡിലേക്ക് പോകുവാൻ താല്പര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പാർക്കാനും നമ്മുടെ സുവിശേഷ വേല ചെയ്യുവാനൊക്കെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ ആശ്വാസമായി. കാര്യം പാർക്കാൻ വീടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ജാർഖണ്ഡിന്റെ പ്രദേശത്ത് കുറച്ച് നാള് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നടന്നു. അവിടുന്ന് കുറച്ച് ഈ ജാർഖണ്ഡിലുള്ള സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് വിവരിക്കാവോ? എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെയുള്ള ആളുകളുമായിട്ട് ഭാഷ അറിയത്തില്ലല്ലോ, ഭാഷ എങ്ങനെ പഠിച്ചു, പിന്നെ എങ്ങനെയാണ് അവിടെ സുവിശേഷ വേല ചെയ്തത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ജാർഖണ്ഡിലായിരുന്ന സമയത്ത് ഹിന്ദി അച്ചായന് കുറച്ച് അറിയാം. കാരണം അച്ചായൻ ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ വീട്ടിലെല്ലാവരും ഹിന്ദി സംസാരിക്കും. അച്ചായൻ വിവാഹത്തിന് മുമ്പ് വടക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ജോലിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹിന്ദി അറിയാം. ഞങ്ങൾ എൻ്റെ മോനെ പ്രസവിച്ച് 30 ദിവസം കഴിഞ്ഞ സമയത്താണ് ഞങ്ങളിങ്ങനെ ജാർഖണ്ഡിൽ പോകുന്നത്. അതായത് ഒരു കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു ഷെൽട്ടറായിരുന്നു ഞങ്ങളുടേതും. അവരോടൊപ്പമായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ആത്മാക്കളെ നേടുകയും അവിടുത്തെ ദൈവദാസന്മാർ അവിടുന്ന് തന്നെ അവർ കണ്ടെത്തി അവിടുത്തെ വേലക്കാരാണ്. അവരുടെ അടുക്കള അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്തൊക്കെ ശാരീരികമായി വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അവിടെ യാത്രയ്ക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കിളല്ലേ? സൈക്കിളാണ്. അപ്പം എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും കൂടെ പാസ്റ്റർ സൈക്കിള് ചവിട്ടും, ആന്റി പുറകിലിരിക്കും, ആ അനുഭവമൊക്കെ ഒന്ന് പറയാമോ? സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ എന്നെ പുറകിലിരുത്തി കൊണ്ടുപോകും. ചില സ്ഥലങ്ങളിൽ 2 മക്കളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഭാഷ അറിയില്ല. അങ്ങനെ ഞാൻ ഒഴിവാകും. അച്ഛൻ ഒറ്റയ്ക്ക് പോകും. പിന്നെ അച്ഛൻ അവിടെയുള്ള മിഷണറീസിന്റെ കൂടെ പോകും. അങ്ങനെ പലയിടങ്ങളിലും പോയി സുവിശേഷ വേല ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ നിന്നും UP-യിൽ വന്നു. അവിടുന്നാണ് തിരിച്ച് ഞങ്ങൾ കൊല്ലത്തേക്ക് വരിക. അവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ എത്ര വർഷം സുവിശേഷ വേല ചെയ്തു? കുറച്ച് നാളേ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് അവിടുന്ന് പോരാനുള്ള കാരണം? എന്താണ് അവിടുന്ന് പോരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. അച്ചായൻ സുവിശേഷ വേല ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ ശുശ്രൂഷയിൽ പലയിടങ്ങളിലും മർത്തോമാക്കാരുടെ ഇടയിലായിരുന്നു പ്രസംഗിക്കാനും അങ്ങനെ ശുശ്രൂഷയ്ക്ക് വചനം ശുശ്രൂഷിക്കാനും ഒക്കെ എന്നെ വിളിക്കുമായിരുന്നു. പലയിടങ്ങളിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നു. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത 2 പേരുടെയും വീട്ടുകാർ തള്ളിക്കളഞ്ഞു. അന്ന് എൻ്റെ മോളെയും കൊണ്ടൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഒത്തിരി കുഞ്ഞിന് കൊടുക്കാൻ പോലും ഭക്ഷണമില്ലാതെയൊക്കെ ഒത്തിരി ഭാരപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ജാർഖണ്ഡിൽ വെച്ചാണോ? അല്ല, നാട്ടില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അച്ചായൻ ബൈബിൾ കോളേജിൽ പോകുന്നതും അവിടെ പോയി പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കും കുഞ്ഞിനും താമസിക്കാനും വീടില്ലാതെയും ആഹാരമില്ലാതെയൊക്കെ ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം എനിക്കൊരു ദർശനം തന്നു. കൊല്ലം പട്ടണത്തിൽ ഞാൻ നിന്നെ ഉപയോഗിച്ച് അവിടെ ഒരു പ്രവർത്തനത്തിൻ്റെ
ആരംഭം കുറിക്കുമെന്ന്. ഇതെൻ്റെ ഉള്ളിൽ ജാർഖണ്ഡിലായിരിക്കുമ്പോഴും UP-യിലായിരിക്കുമ്പോഴും ഒക്കെ ഈ വിഷനാണ്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വിഷനാണ് മുന്നിൽ ഇങ്ങനെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ജാർഖണ്ഡിൽ നിന്ന് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനാണെങ്കിൽ ശാരീരികമായി ഇവന് ലൂസ് മോഷനായി വളരെ ഭാരപ്പെട്ട് ഞാൻ അവിടെ ഒരു ഹോമിയോ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അതുപോലെ തന്നെ അവിടെ ഡോക്ടർമാർ അലോപ്പതി ഡോക്ടർമാരെ കുറവ്, ഇവിടുന്ന് പോകുന്ന നഴ്സന്മാരാണ് അവിടുത്തെ ഡോക്ടർമാർ. അങ്ങനെ അവരെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവരെന്നോട് ലാസ്റ്റ് അന്നേരം എന്നും ഇവനിങ്ങനെ മോഷൻ ലൂസായി പോകുമ്പോൾ കുഞ്ഞ് ടയേർഡാകുന്നില്ല. നല്ലതുപോലെ അവന് ഫീഡിങ്ങും ഒക്കെ നല്ലപോലെ ചെയ്യും. പക്ഷെ ഇവന് നല്ല ഇങ്ങനെ പോയി. ഞാൻ ഒരു ദിവസം പ്രാർത്ഥനാ റൂമിൽ അച്ചാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഡോക്ടർ അവരെന്നോട് പറഞ്ഞ് കുഞ്ഞിൻ്റെ വയറ്റിൽ എന്തോ ദഹിക്കാതെ കിടപ്പുണ്ടെന്ന്. അങ്ങനെ ഞാൻ അച്ചാനെ വിളിച്ച് അകത്തിരുത്തിയിട്ട് കുഞ്ഞിനെ വിളിച്ചിരുത്തിയിട്ട് അവൻ്റെ വയറ്റിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് എന്നെ വീണ്ടും കൊല്ലം പട്ടണമെന്ന് എന്നെ എഴുതി കാണിച്ചു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ എന്തെങ്കിലും ദഹിക്കാതെ കിടപ്പുണ്ടെങ്കിൽ അത് കുറച്ച് ഞങ്ങൾ കാരണമാണെങ്കിൽ അത് പൂർണ്ണമായി പോകണം. ദൈവം എപ്പോഴായിരിക്കും ദൈവം തന്ന ദർശനത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു പോകാൻ തയ്യാറാണ് കർത്താവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതും കുഞ്ഞെൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴവനിങ്ങനെ മോശം വെള്ളം പോലെ പൊയ്ക്കൊണ്ട് പോയതിന് ഒരു നല്ലൊരു ഒരു റബ്ബർ ബാൻഡും 2 കഷ്ണം പേപ്പറും അവൻ്റെ വയറ്റിൽ നിന്ന് പോയി. അപ്പോഴും എനിക്ക് പൂർണ്ണമായി ദൈവത്തിൻ്റെ ആ കരമാണെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഓക്കെ. ഈ പാസ്റ്റർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, ദാരിദ്ര്യം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്ന് വിവരിച്ച് പറയാമോ? ഞങ്ങൾ അന്ന് ഒരു പെന്തക്കോസ്ത് വിശ്വാസിയുടെ വീട്ടിൽ അച്ചായനെ കൊണ്ടാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരഞ്ചൽ അവര് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഹൈന്ദവ വിശ്വാസി വന്ന് പിന്നെ അവർ വീട്ടിൽ തിരിച്ച് കയറ്റാതെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത, കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ വിശ്വാസികളുടെ വീട്ടിൽ താമസിക്കുമ്പോഴും അവിടെ ആരും ജോലിക്ക് പോകുന്നവരില്ല. അങ്ങനെ അവിടെ ഒരു അമ്മച്ചി മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ആ വീട്ടിൽ ആഹാരത്തിനൊക്കെ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള ആ ഒരു സാഹചര്യം ആ സമയത്തെല്ലാം ഞാൻ കൂടുതലും ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ ബൈബിൾ കോളേജിൽ നിന്ന് എന്നോട് പറയും, മക്കൾ അവിടെ നിനക്ക് ഒത്തിരി പ്രയാസമുണ്ട്, ഞാനിങ്ങ് തിരിച്ചു വരുവാന്ന് ഇങ്ങനെ പറയും. അത് വരാതിരിക്കാൻ ഞാൻ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ദൈവാത്മാവ് ഇടപെടുന്നത് പോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഈ കുഞ്ഞിന് വളരെ വിശന്ന് കരഞ്ഞത്. ആ വീട്ടിലൊന്നുമില്ല. ആ വീട്ടുകാരൊക്കെ പുറത്തൊക്കെ പോകുന്നവരായിരുന്നു. നമുക്കങ്ങനെ പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഇവിടെ എന്നോട് ചോറും കഞ്ഞിയൊക്കെ ചോദിച്ച് വളരെ മാനസികമായിട്ട് തകർന്നിരുന്ന സമയത്ത് ഞാൻ അവളോട് ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ മോൾ ഇപ്പം ചോറ് ചോദിച്ച് തരാനില്ല, കഞ്ഞി ചോദിച്ച് തരാനില്ല. വരുന്ന കാലങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഭക്ഷണത്തെ കണ്ടിതിൽ ഏത് കഴിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം എൻ്റെ തമ്പുരാൻ മോൾക്ക് തരും എന്ന് പറഞ്ഞ് ഞാനവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഭാരത്തിലായിരുന്നു ബൈബിൾ കോളേജിലൊക്കെ അച്ഛൻ. എന്നാലും എൻ്റെ ഉള്ളിലെ വിശ്വാസം കളഞ്ഞിട്ട് വരാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവം നയിക്കുന്ന വേലയ്ക്ക് ഇന്നും അങ്ങനെയാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ ജാർഖണ്ഡിലൊക്കെ ചെന്ന് സുവിശേഷ വേല ചെയ്യുമ്പോഴേ അവിടെയുള്ള മറ്റ് ദൈവദാസന്മാരുടെ അനുഭവങ്ങളും അവിടെയുള്ള വിശ്വാസികളുടെ അനുഭവങ്ങളൊക്കെ കണ്ടും കേട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവരെ എങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്? എത്രത്തോളം കഷ്ടതകളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടെന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ, ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു 75 വർഷം പിന്നിലോട്ടുള്ള അനുഭവം. അതായത് വണ്ടിയില്ല, അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ ആ വസ്ത്രം, അവിടുത്തെ സ്ത്രീകളൊക്കെ ഒരൊറ്റ സാരി ചുറ്റി ഇവിടുത്തെ കണക്ക് ബ്ലൗസ് ഇടത്തില്ല. അതുപോലെ ഒരു 60 വയസ്സ് 70 വയസ്സായ അമ്മച്ചന്മാരും അപ്പച്ചന്മാരും ഒക്കെ ഫുൾ നാക്കിഡായിട്ടാണ് അവിടെയൊക്കെ നടക്കുന്നവർ. ആ ഗ്യാപില് നമ്മൾ ചെല്ലുമ്പോൾ അത് വസ്ത്രം മേടിക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണോ അതോ അവിടുത്തെ ഒരു സംസ്കാര രീതി അങ്ങനെയാണ്? അവിടുത്തെ കൾച്ചർ അതാണ്. അവിടെ കൾച്ചർ അതാണ്. അവരിങ്ങനെ വന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പിന്നെ വീട്ടിന്റെ കർട്ടനൊക്കെ പൊക്കി ഇങ്ങനെ നമ്മൾ തലയിട്ട് നോക്കും. ഇറങ്ങി വരാൻ തന്നെ അവർക്ക് ഒരു ഭയമാണ്. പക്ഷെ എങ്കിലും അവിടെ കർത്താവിന്റെ വേല ശക്തമായ, അവിടെ അനേക കഷ്ടങ്ങൾ അനുഭവിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്.
അവിടുത്തെ വേലക്കാരെ തന്നെ കണ്ട് അവർക്ക് 500-200 ഒക്കെ മാസം കൊടുത്ത് ഇങ്ങനെ ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ കൂടെ തന്നെയല്ല ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മാനസികമായിട്ടൊക്കെ ഒത്തിരി വിഷമം. ശരിക്കും നമ്മൾ ഇങ്ങനെ ഇത്രയും കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് ഈ ജാർഖണ്ഡ്, UP പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി സുവിശേഷ വേല ചെയ്യേണ്ട ആവശ്യകത എന്താണ്? കർത്താവ് ഏറ്റവും നമ്മളോട് പറഞ്ഞത് അതാണല്ലോ, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവിൻ. ആ ഒരൊറ്റ ഉദ്ദേശമാണ്. കഴിഞ്ഞ 2018 ഞങ്ങൾ പിന്നെ കൽക്കട്ടയുടെ പ്രദേശത്ത് 42 ദിവസം കർത്താവിൻ്റെ വേലയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അനേകർ കത്തോലിക്കക്കാരും അവിടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കാത്തലിക്സും അതുപോലെ സാൽവേഷൻ ആർമി അവരുമാ. അവിടുന്നൊക്കെ ഒത്തിരി 22 പേര് സ്നാനപ്പെടുകയും പന്തക്കോസ്ത് സഭയോട് ചേരുകയൊക്കെ ചെയ്യാനൊക്കെ കണ്ടത് വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങളിലൂടെ ആണ് ഞങ്ങൾ കർത്താവിന് വേണ്ടി. അതായത് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം പലപ്പോഴും ഞാൻ ഇപ്പം എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ കർത്താവിനെ നേരത്തെ അറിയാനോ നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരമാണ് ഇപ്പം. കാരണം പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ ദൈവത്തെ എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അധികമായി കർത്താവിന് വേണ്ടി ഓടാമായിരുന്നു എന്നുള്ള ആ ഒരു അനുഭവം. കർത്താവ് ചെയ്ത മാതൃകയിൽ നമ്മൾ അനേകരെ കർത്താവ് ഞാൻ അറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വന്നപ്പോഴും ആത്മീയ സന്തോഷത്തിൽ നിലനിൽക്കുവാനും അനേക ആത്മീയ സഹോദരങ്ങൾ, ആത്മീയ പിതാക്കന്മാർ, മാതാക്കൾ, അങ്ങനെ ഒത്തിരി പേര് ജീവിതത്തിൽ വന്നു. കർത്താവിനെ അറിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾക്കൊന്നും തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും അതുപോലെ അനേകരെ നേടുവാൻ കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്നവരെ സ്നാനമേറ്റ് സഭയോട് ചേർക്കുക. അങ്ങനെയായിരുന്നു കർത്താവിൻ്റെ ദാസൻ 200-300ഓളം പേരെ സഭ, അതായത് കത്തോലിക്കക്കാർ, ഹിന്ദുക്കൾ, മദ്യപാനികൾ, അങ്ങനെ വാറ്റി കുടിക്കുന്ന സഹോദരങ്ങൾ, കഞ്ചാവ് വലിക്കുന്ന ഇവരെയൊക്കെ സുവിശേഷം പറഞ്ഞ് രാത്രിയും പകലും അവരോട് വചനം പറഞ്ഞു കൊടുത്ത് അവരെ സ്നാനപ്പെടുത്തി സഭയോട് അന്ന് പല സഭകളോട് ചേർത്ത് വെക്കാൻ ദൈവം അവിടെയുള്ള ആളുകളൊക്കെ ഈ കഞ്ചാവ്, ബീഡി അതുപോലുള്ള ലഹരി മരുന്നുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? ആദ്യമൊക്കെ അവർ പേടിച്ചൊക്കെ മാറി നിൽക്കും. എന്നാൽ ദൈവത്തിൽ നിന്നൊക്കെ വിടുവിക്കും, ദൈവം നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർ അടുത്ത് വരികയും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി സഹോദരങ്ങൾ പിന്നെ കാരണം ഇവർ വെള്ളം അടിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആരും അടുക്കാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇടിച്ച് കയറി ചെന്ന് അവരോട് അവരുടെ സഹോദരങ്ങളെ പോലെ അവരെ ചേർത്ത് നിർത്തി നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ കരഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവരനുഭവം. പക്ഷേ ഈ ജാർഖണ്ഡിൽ നിന്ന് പിന്നീട് പോന്നു, കേരളത്തിൽ വന്നു. പിന്നീട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? പിന്നീട് ഏത് സ്ഥലത്താണ് പ്രവർത്തിച്ചത്? എങ്ങനെയായിരുന്നു പ്രവർത്തനങ്ങളൊക്കെ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു. കരുനാഗപ്പള്ളിയുടെ ഭാഗത്ത് പ്രവർത്തിച്ചു. അതുപോലെ കൊല്ലത്താണ് എൻ്റെ മിഷണറിയുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ്. ആ കൊല്ലത്തെന്ന് പറയുമ്പോൾ SMV കോളനി എന്ന് പറയും. ആ കോളനിയുടെ ഭാഗത്തായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അവിടെ നിന്ന് ഒത്തിരി നമ്മുടെ തോട്ടി വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അതിലേക്ക് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തോടു കൂടി പിന്നെ അങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് നമുക്ക് മാറിപ്പോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. അത് കഴിഞ്ഞ് പിന്നെ പരസ്യയോഗങ്ങൾ വളരെ നാളുകൾ കൊണ്ട്, ദീർഘകാലങ്ങൾ കൊണ്ട് പരസ്യയോഗങ്ങൾ ചെയ്തു. ഇപ്പോഴും പരസ്യയോഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചാൽ അവിടെയൊക്കെ പോയി പ്രസംഗിക്കും, മറ്റ് സഭകൾ വിളിച്ചു കഴിഞ്ഞാൽ. പിന്നെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ പരസ്യയോഗങ്ങൾക്കാണ്. വയനാടിന്റെ പ്രദേശങ്ങളിലൊക്കെയും കർത്താവിന്റെ വേലയായിട്ടുള്ള ബന്ധത്തിൽ ഞാനും എൻ്റെ വൈഫുമായിട്ടാണ് നമ്മുടെ പ്രവർത്തനത്തിന് എവിടെ പോയാലും വൈഫ് കൂടെ ഉണ്ടാകും. ഒറ്റയ്ക്ക് പോയിട്ടുള്ള പ്രവർത്തനമില്ല എപ്പോഴും. പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും.
അങ്ങനെ പ്രവർത്തനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്ര വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു? ഇപ്പൊ 25 വർഷം. 25 വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ കപലപ്രസംഗങ്ങൾ, അതായത് ഈ പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അതെ. പാസ്റ്ററെ, പൊതുവെ പാസ്റ്റർക്ക് എന്ത് കൃപാവരമാണ് ദൈവം തന്നിട്ടുള്ളത്? അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാസ്റ്റർ സുവിശേഷ വേല ചെയ്തത്? അപ്പോൾ ആൻറ്റി, പാസ്റ്റർക്ക് ഉള്ള കൃപാവരം എന്താണ്? ആൻറ്റിക്ക് ദൈവം തന്നേക്കുന്ന കൃപാവരങ്ങൾ എന്താണ്? ഇപ്പോൾ പാസ്റ്റർ ഒന്ന് പറയാമോ? എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് വചനം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു പ്രത്യേക ഗിഫ്റ്റാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വചനം ശുശ്രൂഷിക്കുന്നതിലൂടെ അനേകര് ആ വചനം ശ്രദ്ധിക്കുകയും അതിലൂടെ തന്നെ അവർക്കൊരു മാനസാന്തരത്തിന്റെ വഴികളൊക്കെ തുറക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചന ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആന്റിക്ക് എന്താണ് ദൈവം തന്നേക്കുന്ന ഒരു ഗിഫ്റ്റ്? ഞാൻ ആദ്യമായി ദൈവസന്നിധിയിൽ പ്രാപിച്ചതെന്ന് പറഞ്ഞാൽ വിവേചിക്കുക എന്നുള്ളതാണ്. വിവേചിച്ച് അതുപോലെ ദൈവം എനിക്ക് പ്രവചനം തന്നിട്ടുണ്ട്. എനിക്കറിയില്ല, രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. വിവിധ തരത്തില് സമാധാനമില്ലാത്തവർക്ക് ദൈവസമാധാനം, പിശാചിന്റെ മേലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ കുടുംബമായിട്ട് സുവിശേഷ വേല ചെയ്തത്? ഞങ്ങൾ ആദ്യമായിട്ട് കൊല്ലത്ത് SMB പാലസിന്റെ ബാക്ക് വശത്തുള്ള ഒരു കോളനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ റെയിൽവേയിൽ ജോലിയുള്ള അനേകം വിവിധ പ്രയാസങ്ങളോടെ കടന്നു വന്നു. അപ്പൊ അവർക്ക് ദൈവം രോഗസൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു. അങ്ങനെ ഒരു 50ഓളം വിശ്വാസികൾ ആ സഭയിൽ. അല്ല, ഓരോ വീടുകളിലൊക്കെ സുവിശേഷ വേലയായിട്ട് കടന്നു ചെല്ലുമ്പോഴേ ആ വീടിന്റെ അനുഭവത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. ഞങ്ങള് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഇമ്മോറലായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഞങ്ങൾ അവിടെ കൊല്ലം ടൗണില് അത് SMB പാലസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ളയിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവര് സഹോദരങ്ങളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കരയും, സഹോദരിമാര്. എന്ന് വെച്ചാൽ അവരിൽ ബോധം ഉണ്ടാകും. അങ്ങനെ അവര് എയ്ഡ്സുള്ള 3 സഹോദരങ്ങൾക്ക് ദൈവ സൗഖ്യം കൊടുത്തു, അവരെ സഭയോട് ചേർത്ത് വെച്ചു. അങ്ങനെ വിവിധ തരത്തില് സഹോദരിമാരായാലും സഹോദരന്മാരായാലും അവര് നമ്മളെ വിളിക്കുന്ന, അവർ ആ ബഹുമാനത്തോടെ ഞങ്ങളെ വിളിച്ചിരുന്ന അമ്മയെന്നും അപ്പനെന്നും വന്നാണ്. കാരണം അത്രത്തോളം അവരുമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ബന്ധം. ഇറങ്ങി തിരിച്ച നാള് മുതൽ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവം തന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യാൻ. ആൻറ്റി, ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥകൾ എന്താണ്? ആ അവസ്ഥയെ ഓർത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കൊല്ലത്ത് ഓരോ ടൗണിലുള്ള പല 3-4 കോളനികളാണ് അവിടെ. ആ 1 SMB പാലസ്, അതിൻ്റെ ബാക്കിലുള്ള സ്ഥലം, അതുപോലെ കച്ചിക്കട, പിന്നെ അതുപോലെ ടൗൺ ഏരിയ, അങ്ങനെ 3 കോളനിയുള്ള കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ആ ഭവനത്തിലൊക്കെ ചെല്ലുമ്പം ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ മദ്യപാനികളും അതുപോലെ പിന്നെ കഞ്ചാവും ഇതൊക്കെ ഉപയോഗിച്ച് വന്ന് വളരെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളും, അതുപോലെ ആഹാരം പോലും വെക്കാൻ നിവർത്തിയില്ലാതെ കഴിയുന്ന സഹോദരങ്ങളുടെ ഇടയിൽ അവർക്കൊരാശ്വാസമായി അവരുടെ കൂടെ അവരുടെ ഞാൻ എങ്ങനെ പറയും, ഭാരപ്പെടേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, മദ്യപാനമൊക്കെ മാറും, ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിരന്തരം അവർ ഭവനങ്ങളിൽ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവർ ഭവനങ്ങൾ കയറി ഇറങ്ങും. അപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവർ കട്ടൻ ചായ ഇട്ടുകൊണ്ട് തന്നു. കട്ടൻ ചായ ഇട്ടുകൊണ്ട് തന്നപ്പോൾ കഴിക്കാൻ തരാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി പെട്ടെന്ന് തേങ്ങ എടുത്ത് ചിരകി അതിനകത്ത് ആ കട്ടൻ ചായ ഇട്ടോളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് വന്നു, അമ്മയ്ക്ക് തരാനൊന്നുമില്ല, ഇതേ ഉള്ളു. അങ്ങനെയൊക്കെ ഉള്ള വളരെ ഭാരങ്ങളും ശൂന്യത അനുഭവിക്കുന്ന ആ സഹോദരങ്ങളുടെ അവരിൽ ഒരാളെ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് സഹകരിച്ച് സംസാരിച്ചു. ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഏകദേശം നല്ലൊരു കൂട്ടത്തെ ദൈവം ഞങ്ങൾക്ക് തരികയും അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പൈതലിനെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ വിട്ടു. അവൻ പഠിച്ചു, 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. തിരിച്ചു വന്ന ആ സഭ അവനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്, ഇതുപോലെയുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഇതുപോലെ വേല ചെയ്യുക. അങ്ങനെ പലയിടങ്ങളിൽ കർത്താവിന്റെ വേലയായി. പിന്നീട് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് ഏത് സ്ഥലത്തേക്കാണ്? കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ശക്തികുളങ്ങര.
ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? കൊല്ലത്തോട് അടുത്ത് കൊല്ലത്ത്, ഹാർബറൊക്കെ ഉള്ള സ്ഥലം. അവിടെ അനേകം മുക്കുവരെ ഏകദേശം 15ഓളം സഹോദരന്മാരെ അച്ചായൻ സ്നാനപ്പെടുത്തി അവിടെ ഒരു സഭയോട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്നത് കരുനാഗപ്പള്ളിയിൽ ആറ്റുപുറം എന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ ഇതുപോലെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. ഏകദേശം അവിടെ നല്ലൊരു പ്രവർത്തനം ഉണ്ടായി. ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഈ നമ്മൾ പ്രവർത്തിച്ച് ജനത്തെ കൂട്ടി കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു സഭ സ്ഥാപിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യാദികൾ ചെയ്യാനൊരു സോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ അടുത്തുള്ള ചർച്ചിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് ഒരു ചർച്ചിൽ കുറച്ച് നാൾ ഞങ്ങൾ വേല ചെയ്തു. അവിടെ എൻ്റെ മക്കളൊക്കെ പഠിക്കാൻ തുടങ്ങി. അവിടെ വന്നപ്പോഴാണ് സ്കൂളിലൊക്കെ ആയതും. അതിനുശേഷം പിന്നെ ഞങ്ങൾ വരുന്നത് ഉമ്മന്നൂരിൻ്റെ പ്രദേശത്ത്. അവിടെ നല്ലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞില്ല, കഞ്ചാവും ചാരായും ഒക്കെ വാറ്റി കുടിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഉള്ള സ്ഥലത്ത് അവരോട് സത്യസുവിശേഷം പറഞ്ഞു. അവരെ സ്നേഹത്തോടെ അവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അവരോട് വീട്ടിൽ ചെന്ന് അവരുടെ അനുഭവങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥിച്ചു. ദൈവം അവരെ പൂർണ്ണമായിട്ട് അവരെ കൊണ്ടുവരാനായിട്ടുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഒരപ്പച്ചൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയപ്പം പറഞ്ഞ് മരിച്ചു പോകും, തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ അപ്പച്ചനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് 2 സഹോദരന്മാർ ഓട്ടോക്കാർ ചുമന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അപ്പച്ചനെ കൊണ്ടുപോകുന്ന വഴിയരിവിന് ഒരു വീട്ടിൽ ഞങ്ങൾ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയായിട്ട് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ പറഞ്ഞു അവിടെ ഒരു ആൻറ്റിയും പാസ്റ്ററും വന്നിട്ടുണ്ട്, അവർ പ്രാർത്ഥിച്ച സൗഖ്യമാവും, നിങ്ങൾ അവിടെ കൊണ്ടുപോയി. ഈ അപ്പച്ചനെ അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അതുപോലെ എടുത്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു പകല്. മിനിസ്ട്രി ആ ശുശ്രൂഷ കഴിയാറായി. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ ഈ അപ്പച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചുമന്ന് കൊണ്ടുവന്ന അപ്പച്ചൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് അവർ വീട്ടിൽ പോയി. അത് കണ്ട ആ ദേശത്തെ ജനത്തിനെല്ലാം വലിയൊരു അത്ഭുതമായി. അങ്ങനെ ആ കൊണ്ടുവന്ന സഹോദരൻ, അപ്പച്ചനെ ചുമന്നുകൊണ്ട് വന്ന ആ 2 സഹോദരങ്ങളും നമ്മളോട് സഭയിൽ വരാനും വചനം കേൾക്കാനും, അവരൊക്കെ മദ്യപാനികളും അതായത് സ്വന്തമായിട്ട് വാറ്റി കുടിക്കുന്ന സഹോദരന്മാർ, ഇവരൊക്കെ അങ്ങനെയാണ് കർത്താവിനെ അറിയാനും അങ്ങനെ അവിടെ നല്ലൊരു പ്രവർത്തനം ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സഭ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളില്ലാതെ വന്നപ്പോൾ മാനസികമായിട്ട് ഒത്തിരി പ്രയാസങ്ങൾ, അവരെ ഒന്ന് കെയർ ചെയ്ത് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ വരികയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി ഇവിടെയും വന്നത്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് 25 വർഷത്തോളമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ചർച്ച് മിനിസ്ട്രി ഇല്ല എന്ന് പറയാൻ കാരണം, ഞങ്ങൾ ചർച്ച് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോനൊരു സ്കൂളിൽ പോയിട്ട് ഇറങ്ങി വന്ന സമയത്ത് ഒരു സ്കൂട്ടി വന്നിടിച്ച് അവനെ ഇങ്ങനെ മറിഞ്ഞു വീണ് പെട്ടെന്ന് ഇവനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവൻ്റെ കാലിൽ വലത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതിനവർ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിട്ടു. അങ്ങനെ അതിനോടനുബന്ധിച്ച് പിന്നെ എൻ്റെ കുഞ്ഞിന് വളരെ വിഷയങ്ങൾ വന്ന് ഒരു 18 ലാസ്റ്റൊക്കെ ആയപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് തളർന്നു. അങ്ങനെ അവനെ പല സ്ഥലങ്ങളിലും ഹോസ്പിറ്റലിലും പലയിടങ്ങളിലൊക്കെ കൊണ്ടു ചെന്നപ്പോഴൊക്കെ പലരും എന്താ ഏതാണെന്ന് അറിയാതെ അങ്ങനെ കിംസിൽ കൊണ്ടുചെന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിന് ആർത്രൈറ്റിസിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇടിച്ചതിന് ശേഷം അതുവരെ നല്ല ചുണക്കുട്ടിയായിട്ട് ഓടി നടന്നതായിരുന്നു എൻ്റെ മോന്. എല്ലാ കാര്യത്തിനും അപ്പന് സഹായിയായിരുന്നു. എന്നാൽ അതിനോടനുബന്ധിച്ച് അവൻ പൂർണ്ണമായി തളർന്നു. അങ്ങനെ അവനെ പലയിടങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മാസങ്ങളോളം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. എന്നാൽ അങ്ങനെയാണ് ചർച്ച് മിനിസ്ട്രി ഞങ്ങൾ അന്ന് വിട്ടത്. എന്നാൽ ആ സമയത്തൊന്നും അവനൊരു വിടുതലുണ്ടായില്ല. ഡോക്ടർമാരെ പറഞ്ഞു ഇനി അവൻ എഴുന്നേൽക്കത്തില്ല എന്നൊക്കെ വിധി എഴുതി എന്ന സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ദൈവം വലിയൊരു വിടുതൽ അവൻ്റെ ജീവിതത്തിൽ ചെയ്തവൻ. മറ്റേത് അവനെ എല്ലാ കാര്യാദികളിലും അപ്പനും ഞാനും ചെയ്യണം, പല്ല് തേപ്പിക്കുകയും പിടിച്ചിരുത്തുകയും എടുത്തുകൊണ്ട് പോവുകയും ബാത്റൂമിൽ കൊണ്ടുപോവുകയും എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന് വേണ്ടുന്ന സകല കാര്യങ്ങളും അവന് ചെയ്യാൻ പറ്റാതെ ഞങ്ങളാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം അവനെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കിടക്കയിൽ ഇരുന്ന കുഞ്ഞിനെ ഒരു പ്രാർത്ഥനയിൽ ദൈവം അവനെ വിടുവിച്ചു. പക്ഷേ ഈ അതിനുശേഷം
പാസ്റ്ററൊക്കെ ഏത് സ്ഥലങ്ങളിലാണ്, തിരുവനന്തപുരത്തിന് ശേഷം പിന്നീട് ഏത് സ്ഥലങ്ങളിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്? പിന്നെ ചെയ്തത് കരുനാഗപ്പള്ളി തേവലക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഉമ്മന്നൂരിന്റെ പ്രദേശത്തേക്കാണ്. അത് കഴിഞ്ഞ് ആയൂരിന് ശേഷം പിന്നെ വരുന്നത് ഈ ആവണീശ്വരം, കോട്ടവട്ടം ഈ ഭാഗത്താണ്. പ്രധാനമായിട്ട് എങ്ങനെയാണ്, ഭവന സന്ദർശനങ്ങളാണോ അതോ പരസ്യങ്ങളാണോ? എന്താണ് പാസ്റ്ററുടെ ഒരു ശുശ്രൂഷയുടെ ഒരു രീതി? ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പരസ്യമാണ്. അത് കഴിഞ്ഞ് ഭവനങ്ങളെ സന്ദർശിക്കാറുണ്ട്. ആ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ദൈവവചനം അവരോട് പറയുകയും അവർക്ക് ആശ്വാസമായി തീരുകയും ചെയ്യുമ്പോൾ അവർ കർത്താവിലേക്ക് വരാമെന്നുള്ള ഒരു വാക്ക് തരും. ചിലര് വരും, ചിലര് വരത്തില്ല. പാസ്റ്ററുടെ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പാസ്റ്ററുടെ ആന്റിയുടെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്, അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? എന്റെ ശുശ്രൂഷയുടെ ഏകദേശം കറക്റ്റ് പറഞ്ഞമാനവും സപ്പോർട്ടാണ് എന്റെ വൈഫ്. എന്റെ ശുശ്രൂഷയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് സഭാ ശുശ്രൂഷയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പ്രതിസന്ധികളുടെ നടുവിൽ വരുന്നവരാണ്. എന്ന് വെച്ചാൽ രോഗത്താൽ ഭാരപ്പെടുന്നവര്, അതുപോലെ തന്നെ പൈശാചികമായുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ വരുന്നവര്, സമാധാനമില്ലാതെ വരുന്നവര്, ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് എന്റെ വൈഫാണ്. എന്ന് പറയുമ്പോൾ കൃപാവരങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ വൈഫ് തന്നെയാണ്. ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് അവരെ പത്യോപദേശത്തിലേക്ക് നടത്താൻ ദൈവവചനം അവരെ അഭ്യസിപ്പിക്കുകയും പിന്നെയുള്ള കാര്യാദികളൊക്കെ ചെയ്യുന്നത് സഭാ ഇടയൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ശുശ്രൂഷയുടെ ബഹുഭൂരിപക്ഷവും ഇന്നും അതുപോലെ തന്നെയാണ്. ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി ദൈവവേലയിൽ വളരെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ് എൻ്റെ വൈഫ്. പാസ്റ്ററുടെ മക്കളൊക്കെ ശുശ്രൂഷ രംഗങ്ങളിൽ ഏത് രീതിയിലാണ് പാസ്റ്ററെ സഹായിക്കുന്നത്? സഭ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മകൻ അന്ന് ഈ ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അന്ന് എൻ്റെ സഭാ ശുശ്രൂഷയിൽ സഭയ്ക്ക് വേണ്ടുന്നതായ കാര്യാദികൾ എന്ന് പറയുമ്പോൾ സഭ തൂത്ത് വെടിപ്പാക്കുക, പായിടുക, അതുപോലെ തന്നെ മൈക്ക് സെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആരാധനയിൽ ഡ്രം സെറ്റ് വായിക്കുക, അതുപോലെ തന്നെ തമ്പേർ വായിക്കുക, ഇതൊക്കെ എൻ്റെ മകൻ അന്ന് കുറെ കൂടെ ചെറുപ്പമാണ്, കുഞ്ഞാണ്. അവനായിരുന്നു എൻ്റെ മകൻ സഭാ ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് നിന്നിരുന്നത്. അതുപോലെ എൻ്റെ മകളും അതുപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ വരുന്ന ദൈവദാസന്മാരെയൊക്കെ അവരെ കെയർ ചെയ്യാൻ, അവർക്ക് ആവശ്യമായ കാര്യാദികളൊക്കെ ചെയ്യാൻ. എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ ഒരു 8 വയസ്സ് മുതൽ വരുന്ന ദൈവദാസന്മാർക്ക്, നമ്മൾ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ വരുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്കൊക്കെ അവർക്ക് വേണ്ടുന്നതായ കാര്യാദികൾ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ മകളായിരുന്നു. ഓക്കെ, പാസ്റ്ററുടെ ഈ ഇത്രയും നാളത്തെ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരാണ്? അതായത് ഇപ്പം നമ്മൾ ഇന്ന ദൈവദാസന്റെ പ്രസംഗം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ബൈബിൾ കോളേജ് അധ്യാപകൻ്റെ പഠനം എന്നെ വളരെയധികം എനിക്ക് വളരെ പ്രയോജനം കിട്ടി, ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതിന് അവരെ കുറിച്ചൊന്ന് പറയാമോ? പറയാമല്ലോ. എൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിൽ എന്നെ സഹായിച്ച, എൻ്റെ പഠനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു അധ്യാപകനാണ് വർഗീസ് സാർ എന്ന് പറയുന്നത്. അദ്ദേഹം കുവളിയുടെ പ്രദേശത്തിലാണ്, പാമ്പാടി ഭാഗത്താണ് താമസിക്കുന്നത്. ആ അധ്യാപകന്റെ പഠിപ്പിക്കൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പലരും എടുത്തു പറയാനുണ്ട്. എങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനപ്പെടുത്തിയത് ഈ വർഗീസ് സാറാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബെഞ്ചി സാറുണ്ടായിരുന്നു. സാർ എൻ്റെ പഠനത്തിൽ എനിക്ക് എന്നെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്. വിചാരിച്ച് മറ്റുള്ളവരാരും മോശക്കാരെന്നുള്ളതല്ല, അവരെയും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ പലരും പല തലത്തിലാണ് നമ്മളെ എന്നെ സ്വാധീനിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 25 വർഷത്തെ പാസ്റ്ററുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ദൈവം അത്ഭുതകരമായി എന്നെ വഴി നടത്തി, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങൾ പറയാം. അത് ഫീൽഡിലായാലും പാസ്റ്ററുടെ പ്രവർത്തനത്തിലായാലും
ദൈവം അത്ഭുതകരമായി ഞങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക ചില സന്ദർഭങ്ങൾ രണ്ടുപേർക്കും പറയാം, ഒന്ന് പറയാമോ? ഒന്ന് എന്റെ മോന്റെ വിടുതല്, അത് അത്ഭുതകരമായി ദൈവം അവനെ വിടുവിച്ചു. രണ്ട്, എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞതാ. ആ ആക്സിഡന്റിൽ അല്ലാതെ എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്? ആക്സിഡന്റ് എന്ന് പറഞ്ഞാല് ഞങ്ങളന്ന് ആയൂര് വന്ന് വീടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല ആ വീട് ഇത്രയും പഴക്കം ചെന്ന വീടാണെന്ന്. അതിന്റെ സ്റ്റെയർ പുറത്തായിരുന്നു. അങ്ങനെ ആ സ്റ്റെയറിനകത്ത് അത് ഈ മെയ് മാസത്തിൽ ഇത് 10 ദിവസം തോരാ മഴ പെയ്ത് 2017 സംഭവം. ആ സമയത്ത് ഞാൻ ആ റൂഫിൻ്റെ മണ്ട, അന്ന് ഞങ്ങളുടെ അവിടെ രായപ്പൻ ഉപദേശി എന്ന് പറയുന്ന പ്രിയ ദേവദാസന് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവന് ഞങ്ങളുടെ മുറ്റത്ത് വെച്ച്, അന്ന് അവിടുന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്, മുറ്റത്ത് വെച്ചൊരു 5 ദിവസത്തെ കൺവെൻഷൻ അറേഞ്ച് ചെയ്ത് അതിൻ്റെ കാര്യാദികൾ ചെയ്യുവാനായിട്ട് ഞാനിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ഞാൻ ഈ റൂഫിൻ്റെ മുകളിൽ കയറി ചെന്നു. തിരിച്ചിറങ്ങി വന്ന സമയത്ത് വലിയ 7 സ്റ്റെപ്പും ഞാനുമായിട്ട് ആ സ്ലാബ് ഇടിഞ്ഞ് താഴെ വരികയും അവിടെ ഉണ്ടായിരുന്ന 5 സ്റ്റെപ്പ് എൻ്റെ മുമ്പിലും 7 സ്റ്റെപ്പും സ്ലാബും ബാക്കിലുമായിട്ട് എന്നെ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഞെരുക്കി. അതൊക്കെ വീണ സമയത്തൊക്കെ പിന്നെ കർത്താവിൻ്റെ ദാസനും എന്നോടൊപ്പം ആ സ്റ്റെയർ കയറി ഇറങ്ങി പോയതിന് ശേഷമാണ് ഞാനിങ്ങനെ വീഴുന്നത്. ആ സമയത്ത് ദൈവം എന്നെ, ഞാൻ മരിച്ചു പോയെന്ന് ആംബുലൻസിലൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഫ്യൂണൽ ശുശ്രൂഷയ്ക്ക് വരെ ഏർപ്പാടാക്കിയ ആൾക്കാർ ദേവദാസന്മാരുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം അതിശയകരമായി എനിക്ക് ആ വീഴ്ചയിലെന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ വന്ന ആ സ്ലാബോ സ്റ്റെപ്പോ ഒരു ലേശം മുട്ടിയിരുന്നെങ്കിൽ എൻ്റെ തല ക്ഷതമുണ്ടായേനെ. അതുപോലെ എൻ്റെ ചെസ്റ്റ്, പിന്നെ അതുപോലെ എൻ്റെ ഈ പിന്നെ സ്പൈനൽ കോഡ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ എല്ലാം കേടുപാട് വരാവുന്ന സാഹചര്യങ്ങൾ ദൈവം എന്നെ അവിടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്ക് നല്ല ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഐസ് കട്ടയിൽ അത് ഫ്രീസിങ് ആയി നിൽക്കുന്ന ഒരെണ്ണത്തിൻ്റെ നടുക്ക് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ഈ സ്റ്റെപ്പ് വീഴുന്ന സമയത്ത് വേറെ ആരുമില്ല. കർത്താവിൻ്റെ ദാസൻ ഓടി വരുമ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ അച്ഛാ ഈ സ്റ്റെപ്പ് ഒന്ന് നീക്കാമോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആ സ്റ്റെപ്പ് ഒരാൾ തന്നെ നീക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നോട് ഞാൻ ഇങ്ങനെ പറയും, അച്ഛാ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട്, അദ്ദേഹം അച്ഛനെ സഹായിക്കും. അതായത് ദൂതൻ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അച്ഛൻ ചെറുതായിട്ട് ആ സ്റ്റെപ്പ് ഒന്ന് തള്ളിയതേ ഉള്ളൂ. ആ സ്റ്റെപ്പ് വീഴത്തില്ല, കാരണം സെറ്റോടിരിക്കുന്ന 9 കോൺക്രീറ്റ് സ്റ്റെപ്പിന് 7 സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ചു, അത് വീഴത്തില്ല. എന്നാൽ അതൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ അവിടെയൊക്കെ വിടുവിച്ചു. മരണാവസ്ഥയിൽ നിന്ന് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ ചെല്ലുമ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ ഈ വലത് തൊടയിൽ ഒടിഞ്ഞ്, അല്ലാതെ വേറെ യാതൊരു കംപ്ലൈൻറ്റും അതിലെനിക്കുണ്ടായിരുന്നു. അതിനെ ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ വന്ന് കണ്ട എൻ്റെ സഹോദരങ്ങളെല്ലാം പറഞ്ഞു, വാസ്തവമായി നിന്നോട് ദൈവമുണ്ട്. ഈ ആ സ്റ്റെപ്പ് കിടക്കുന്ന കാഴ്ച കണ്ട് എൻ്റെ സഹോദരങ്ങളൊക്കെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൾ വിളിക്കുന്ന ദൈവം ജീവനുള്ളതാ. കാരണം ഇത്രത്തോളം ഫീലിംഗ്, ഇത്രത്തോളം ഭയാനകമായ ഒരു ആക്സിഡൻറ്റിൽ നിന്നും അവിടെ ജീവനോടെ ദൈവം പുറത്തു. എൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞത് ഞാൻ മരിച്ചു പോയെന്ന. എൻ്റെ ചുറ്റുപാടുള്ള സഹോദരങ്ങളെല്ലാം എന്നെ ആംബുലൻസിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വീട്ടിൽ അന്ന് രാത്രിയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ അവസ്ഥ ആയതുകൊണ്ട് അവർ യാതൊരു തടസ്സവും പറയാതെ അവിടെ കൊണ്ടുവരുന്നപ്പോൾ ഒരു ബോഡി കാണാൻ വരുന്നത് പോലെ രാത്രി 12 മണിക്ക് ജനങ്ങൾ അനേകരിങ്ങനെ കാണാൻ വന്നു. കാരണം അവരെല്ലാം പറഞ്ഞ് ഇത് 2ാം ജന്മമാണെന്ന്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ, അത് ദൈവത്തിൻ്റെ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും. അനേകർ പറഞ്ഞു, വാസ്തവമായി ഇവരോട് ദൈവമുണ്ട്, ദൈവമാണ് ഇവിടെ പരിപാലിച്ചത്, ദൈവമാണ് ഇവിടെ ഇതിൽ നിന്ന് വിടുവിച്ച്. അതെനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും എൻ്റെ ദൈവനാമം മഹത്വപ്പെടുവാൻ എൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളുടെ ഏരിയ, അവിടെ ആ സഹോദരങ്ങളെല്ലാം പറയുന്നിട വന്നത് ദൈവം അവിടെ വീണ്ടും ജീവിപ്പിച്ചു, ദൈവം അവിടെ അങ്ങനെ ഒരു അനുഭവം അത് ജീവിതത്തിൽ വളരെ അനുഭവം. അതുപോലെ ഒരിക്കലും വളരെ ഭാരപ്പെട്ട് ഒരു സാമ്പത്തികമായി വളരെ വിഷയങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സഹോദരനെ വിളിക്കുകയും
അദ്ദേഹം ദൈവാത്മാവ് അദ്ദേഹത്തിന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തു നമ്മൾ കഷ്ടത്തിലായിരിക്കുന്നുവെന്ന്. അങ്ങനെ ആ സഹോദരൻ ഞങ്ങളെ അങ്ങനെ ഒത്തിരി ഒത്തിരി പറയാൻ, എൻ്റെ വാടക പല സമയങ്ങളിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവം ഓരോരുത്തരോട് ഇടപെട്ട് അവർ ആ വാടക പ്രിൻറ്റിങ് ഒക്കെ മാറ്റാനൊക്കെ ഇടപെടുത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരം മരണത്തിൽ നിന്ന് വിടുവിച്ചു ഞങ്ങളെ എത്രത്തോളം. കാരണം ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളെ സാമ്പത്തികമില്ലാതെ മറ്റു വിഷയങ്ങൾ മൂലം തള്ളിക്കളഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ ദാസൻ്റെ മമ്മിയൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ഭയങ്കര സാമ്പത്തികമായി ജീവിച്ചു. അവർ പറയുന്ന പിച്ചക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ അനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മൾ പലരുടെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചൊക്കെ പലപ്പോഴും കർത്താവിൻ്റെ ദാസനെ അവരൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോണ്ട് നിന്ന് അനങ്ങാതെ നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ കരം ഞങ്ങളെ സഹായിച്ചു എന്ന് വേണം. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമാണ്. അല്ലാതെ ഞങ്ങൾക്കൊന്നും കാരണം അറിയാലോ, ഒരു സഭാ ശുശ്രൂഷ ഇല്ലാതിരിക്കുന്നവരുടെ അവസ്ഥ അറിയാം. അതുപോലെ തന്നെ ഇന്നും ഞങ്ങൾ വാടകയ്ക്കാണ്, ഇന്നും സഭാ ശുശ്രൂഷയില്ല. ദൈവത്തിൻ്റെ അതിശയകരമായ വഴി ഒന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അവസാനമായിട്ട് ദൈവം ചെയ്ത ഒരു അത്ഭുതം എൻ്റെ കണ്ണാൽ കണ്ടത്, ഒരിക്കല് ഉള്ള കുടുംബമായിട്ട് പരസ്യയോഗം ചെയ്യുന്നത്. നമ്മുടെ കൂടെ മറ്റു പല ദൈവദാസന്മാരും നമ്മുടെ കൂടെ ഉണ്ട്. അവര് നമ്മളിങ്ങനെ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ 2 യൗവനക്കാരായിരിക്കുന്ന മദ്യപാനികൾ അവർ ഓടി വരികയാണ്. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാണ് വരുന്നത്. അപ്പോൾ ഇവരെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് എന്താണ് ഇവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്ക് ഒരു ദൈവദാസന്മാർക്കും അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് ഈ നടന്നത് ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മദ്യപാനിയാണ്, വിവാഹം കഴിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വീട്ടുകാർ എന്നോട് എതിർപ്പാണ്, ആ പെൺകുട്ടിയെ കൊണ്ട് കളയുക, നല്ല നാട്ടുകാരൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ദൈവം സഹായിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. വളരെ ചുരുക്കത്തിൽ പറഞ്ഞത് പ്രാർത്ഥിച്ചു. ആ സഹോദരന് ഒരു കുഞ്ഞിനെ ദൈവം നൽകി. നമ്മൾ രണ്ടുപേരൂടെ അവർക്ക് ചെല്ലുന്നത്, ഞങ്ങൾ രണ്ടുപേരൂടെ ചെല്ലുന്നത്. അപ്പോൾ പാസ്റ്റർമാരെല്ലാം മാറി നിന്ന് പേടിച്ച്, മദ്യപാനിയുടെ പുറകെ പോകാൻ പറ്റൂലല്ലോ, അവർ മാറി നിന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരൂടെ അവർ വീട്ടിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ ആ സഹോദരിയെ കണ്ടപ്പോൾ അതിനേക്കാൾ പ്രയാസം, ഒരു മെലിഞ്ഞൊരു കൊച്ചു പെണ്ണ്. അങ്ങനെ ഞാൻ അവളോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായി, ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് വളരെ മാനസികമായിട്ട് ഭാരമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മാറ്റി നിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നീ ഒരു കുഞ്ഞിനെ അണയ്ക്കുമെന്ന് അവളോട് പറയുവാൻ പറഞ്ഞു. ഞാൻ അതുപോലെ അവളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് അവർക്ക് അച്ചായന് ഞാനിവിടെ വെള്ളമൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളെ ഒത്തിരി നേരം കാണാറായപ്പോൾ കുറേ ദേവദാസന്മാർ ഞങ്ങളെ തിരക്കി വരിക. കാരണം എൻ്റെ മോൻ അവരോട് പറഞ്ഞു, മമ്മി രക്തസാക്ഷിയാവുമെന്ന് അനേക ദേവദാസന്മാർ ലോട് പറഞ്ഞിട്ടുണ്ട്. കുടിയന്മാരല്ലേ വിളിച്ചുകൊണ്ട് അടിച്ചു വരുന്നോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഭാരപ്പെട്ടപ്പോൾ ദേവദാസന്മാർ തേടി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് 2 പേർക്കും പ്രാർത്ഥിച്ച് വെള്ളം ആ പയ്യനാണെങ്കിൽ നല്ലപോലെ മദ്യപാനിയായിട്ടിരിക്കുക. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക എന്തോ ഒരു കൃപ ആ മദ്യപാനികളെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയ അതൊന്നും ഒരു അനുഭവം അല്ല. ഞാൻ തെമ്മല പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, തെമ്മല പരസ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അപ്പോൾ അനേകർ പ്രസംഗം കേട്ടുമെങ്കിൽ ഒരു ചേട്ടൻ ഓടി, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഓടി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര്. അങ്ങനെ പിറ്റേ വർഷം ഞങ്ങളിങ്ങ് പോരുന്നുവെങ്കിലും ആ സഹോദരി പിറ്റേ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ വരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ അവർ അടുത്തുള്ള ഞങ്ങളുടെ ഒരു ചർച്ച ബോർഡിൽ അംഗത്വം ആ സഹോദരി ആ കുഞ്ഞും ആ പ്രിയപ്പെട്ടവരും അവിടെ വന്നു.
പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പോലും അവർ സഭയിൽ ദൈവദാസന്മാർ, കാരണം നല്ലൊരു ആൺകുഞ്ഞല്ലേ, മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തു. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒത്തിരി അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് തലമുറകളെ കൊടുക്കുകയും രോഗികളെ സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത് വലിയ അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇനി എന്തൊക്കെയാണ് സുവിശേഷ വേലയിൽ ഇനി പാസ്റ്ററും ആൻറ്റിയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വാഹനമില്ലാത്ത പ്രയാസം, ഒരു വാഹനമില്ലാത്ത വിഷമമുണ്ട്. കാരണം എനിക്ക് വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന അനേകരെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഒരു 5 പേരോടെങ്കിലും സുവിശേഷം പറയാതെ പറ്റത്തില്ല. പരസ്യയോഗങ്ങൾ പ്രസംഗിക്കാൻ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ വാഹനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ആഴ്ചത്തിന് ശേഷം കഴിഞ്ഞിടയ്ക്ക് ഒരാഴ്ചയിലൂടെ പറ്റി. ഞങ്ങൾക്കൊരു ബൈക്കിനകത്ത് പോകുന്ന സമയത്ത് ഒരു പട്ടി കുറുക്കിയാടി. ഞാൻ ആ വണ്ടിയിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ട് തറയിൽ ചെന്ന് ഇടിച്ച് ലിഗമെൻസ് പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഓപ്പറേഷനൊന്നും പോയില്ല. എങ്കിലും ദൈവം അവിടെയും നിർത്തി. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കരുതലും ഉണ്ടായതുകൊണ്ട് ഓപ്പറേഷനൊന്നും നടന്നില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഒന്നും നടന്നു പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഭവനത്തിലൊന്നും എനിക്ക് വളരെ ഭാരം. അതാ ഒരു വാഹനമില്ലാത്തതും അതുപോലെ നമുക്ക് പരസ്യയോഗം നടത്താനുള്ള സെറ്റിങ്സും മറ്റുള്ളവരുടെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം അതൊക്കെ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റും. ഞാൻ എല്ലാ വ്യാഴാഴ്ച ഒരു പ്രെയർ നടത്തുന്നുണ്ടായിരുന്നു, ഒരു പവർ മിനിസ്ട്രി. അനേക സ്ഥലങ്ങളിൽ നിന്നും കൊല്ലത്ത് നിന്ന് അനേക ബോംബെയിൽ നിന്ന് വരെ സഹോദരങ്ങൾ വന്നു. മാനസികമായി പ്രയാസമുള്ളവർ, ഹൈദരാബാദിലാണെങ്കിൽ ഒരു മാനസികമായിട്ട് ഷോക്ക് അടിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുത്ത് അദ്ദേഹം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. അങ്ങനെ അങ്ങനെ ഒരു മിനിസ്ട്രി എനിക്കുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് അതിന് അനുയോജ്യമല്ലാത്തത് കൊണ്ട് ആരും വരാതെ ആരും അറിയാതെ ആയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. എന്നാൽ ഇനിയുള്ള കാലഘട്ടം കർത്താവ് തന്ന ആ മിനിസ്ട്രി വീണ്ടും, അതായത് നമുക്കൊരു വലിയ സോഴ്സ് ഉണ്ടാക്കാനല്ല, അനേകരെ സൗഖ്യം പ്രാപിക്കാനും കർത്താവിനോട് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുവാൻ, ജീവിക്കുന്ന ദൈവമെന്ന് സാക്ഷീകരിക്കാനൊക്കെ അതൊരു വലിയൊരു മുഖാന്തരമായിരുന്നു. അത് വീണ്ടും തുടങ്ങണമെന്ന് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുപോലെ പരസ്യയോഗങ്ങളും ഇനി ഒരു സഭാ ശുശ്രൂഷയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ ദൈവഹിതപ്രകാരം അതിന് വിട്ടുകൊടുത്തുകൊണ്ട്. എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോടും ആൻറ്റിയോടും സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.